ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ചാനൽ ഒരു പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡ്രാമയുടെ പേരാണ് ബാഡ് ഗേൾ ഫ്രണ്ട്. 2022 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ഡ്രാമയാണ്. ഇതുവരെ ആരും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു കിഡിലൻ ഡ്രാമ തന്നെയാണ്. ഇതിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി ഒരേ സമയം രണ്ടുപേരെ സ്നേഹിക്കുന്നതാണ്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഇവർ തമ്മിൽ റൊമാൻറ്റിക് ആവുന്ന കാര്യങ്ങളും നല്ല ഫണ്ണി എലമെൻറ്റ്സ് ഒക്കെ അടങ്ങിയ ഒരു കിഡിലൻ ഡ്രാമ തന്നെയാണ് ബാഡ് ഗേൾ ഫ്രണ്ട്. ഇതുവരെയും ആരും എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു കിഡിലൻ ഡ്രാമ തന്നെയാണ്. ഒരു 12 എപ്പിസോഡ് മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ഇടാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, എപ്പിസോഡ് 1 എന്താണെന്ന് നോക്കാം. അതിന് എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികയെ കാണിക്കും. നായികയുടെ പേരാണ് യങ് ജിൻസു എന്നാണ് നമ്മുടെ നായികയുടെ പേര്. അങ്ങനെ നായിക ആരാണ് ചീത്ത പറയുകയാണ്. ഇതെന്താ സംഭവം എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാവുന്നതാണ്. നീ എന്നെ ചതിച്ചല്ലേടി, നീ കൊള്ളാടി, നിനക്ക് എന്തിൻ്റെ ഇതുണ്ടായിട്ടാണ്, നിനക്ക് എല്ലാ സാധനവും വാങ്ങി തന്നിട്ടില്ലേ? അല്ല സോറി, എനിക്ക് നിങ്ങളെ ഇപ്പോൾ അധികം ഇഷ്ടമൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തല്ലാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മുഖം ഇങ്ങനെ നീട്ടി വെച്ച് കൊടുക്കുകയാണ്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് നമ്മുടെ നായിക പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജിൻസു ആണെങ്കിൽ തല്ലിക്കോളാൻ പറഞ്ഞ് മുഖം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ തല്ലാൻ ഓങ്ങുന്നുണ്ടെങ്കിലും തല്ലുന്നില്ല, കാരണം ജിൻസുവിനെ അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അങ്ങനെ അവിടെ ജിൻസു അവനെ തേച്ചതാണെന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന. നീ കൊള്ളാതെ നീ അനുഭവിക്കുന്നൊക്കെ അവൻ ഒച്ചയെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പ്രസൻറ്റിലോട്ടാണ് കാണിക്കുക. ജിൻസു ആണെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു മാനേജറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓഫീസിലോട്ട് വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു, നീ ഈ വെള്ളം കുടിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിച്ചിരുന്നു, നല്ല വെള്ളം, കുടിച്ചല്ലേ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അവർ ജിൻസുയുടെ അടുത്ത് ഓരോ കാലം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവിടുത്തെ ഒരു മാനേജർ അവിടുത്തെ ഒരു എംപ്ലോയിനെ ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എത്ര പ്രാവശ്യമായി പറയുന്നു, എനിക്കൊന്ന് ചെയ്തു കൂടിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ വഴക്ക് പറയുകയാണ്. അത് നമ്മുടെ ജിൻസുയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ പെൺകുട്ടി. അങ്ങനെ മാനേജർ ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പെൺകുട്ടി ശരിക്കും പേടിച്ച് പോവുകയാണ്. അങ്ങനെ ജിൻസു വേണം, സോറി സാർ, സോറി, പെട്ടെന്ന് ശരിയാക്കി തരാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത് നോക്കിയതാണ്, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല സാർ, സോറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജിൻസു ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കുട്ടി നേരെ സീറ്റിൽ വന്നിരിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ ഞാൻ എന്ത് ചെയ്താലും അതെന്നെ ആരും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും നമ്മുടെ ജിൻസു ആണെങ്കിൽ ഒരു ചെറിയൊരു ടിഷ്യൂ എടുത്ത് കൊടുക്കുന്നുണ്ട്, മോളെ നീ കരയണ്ടേ. ആ പെൺകുട്ടി കരനെ കണ്ടിട്ട് നമ്മൾ ജിൻസുവിന് ശരിക്കും സങ്കടം വരികയാണ്. അങ്ങനെ കുറച്ച് മിഠായും കൊടുക്കുന്നുണ്ട്, ഇത് കഴിച്ചോ, നീ കരയണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ടിഷ്യൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മുടെ നായകനെ കാണിക്കുന്നത്. നായകൻ്റെ പേരാണ് മൂൺ ജി ഹോ. നമ്മുടെ ജിൻസ് ആണെങ്കിൽ ഇവിടെ വന്ന് എപ്പോഴും കോഫി കുടിക്കുകയാണ്. അങ്ങനെ മൂൺ പറയുകയാണ്, സെയിം സാധനം തന്നെയല്ലേ, എല്ലാ ദിവസങ്ങളും വരുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്കത് അറിയാം. അപ്പം നമ്മുടെ ജിൻസ് പറയുകയാണ്, ഓ അങ്ങനെയാണ്, അതൊന്ന് പെട്ടെന്ന് എടുത്തോളാൻ പറയുന്നു. അങ്ങനെ കോഫി ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും നൈസായിട്ട് അവൻ ജിൻസ് പറയുന്നത്, കണ്ണട വെക്കാത്തതാണ്, നിന്നെ കാണാൻ നല്ല ഭംഗി, നീ പൊളിയാണ് കണ്ണട വെക്കാണ്ട്. അപ്പോൾ തന്നെ ശ്രദ്ധ മാറുകയും അവൻ്റെ കയ്യിലോട്ട് തിളച്ച ചായ വരികയും, അയ്യോ അയ്യോ എന്ത് പറ്റി നിനക്ക്, ഞാൻ കാരണം എനിക്ക് ഇഞ്ചുറി എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൂൺ പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ജിൻസ് പറയുന്നു, ഉറപ്പല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ആ ചായ വേസ്റ്റ് ആകുമ്പോൾ നമ്മുടെ മൂൺ പറയുകയാണ്, സോറി ചായ വേസ്റ്റായി, നമുക്കിന്ന് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് നമ്മുടെ ജിൻസോട് ചോദിക്കുകയാണ്. അത് ജിൻസ് പറയുകയാണ്, നമുക്ക് പോവാലോ എന്ന് നമ്മുടെ ജിൻസ് തിരിച്ച് പറയുന്നു. അങ്ങനെ അവിടെ നേരെ കട്ടിയെ കാണിക്കുന്ന അവർ റെസ്റ്റോറൻറ്റിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ ജിൻസ് കുറേ നേരമായി ഓരോ കാലം നോക്കുന്നു, നമുക്ക് ചിക്കൻ നൂഡിൽസ് വാങ്ങിയാലോ. നമ്മുടെ മൂണാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ മൂൺ പറയുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത് അത് നീ ഓർഡർ ചെയ്തത്, നിനക്ക് ഇഷ്ടമുള്ളതാണ് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് നമ്മുടെ മൂൺ പറയുകയാണ്. അപ്പോൾ കാണുന്ന എല്ലാവർക്കും ചെറിയൊരു സംശയം ഉണ്ടാകും, നമ്മുടെ ജിൻസും നമ്മുടെ മൂൺ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, ആദ്യം ആരെയാണ് പ്രപ്പോസ് ചെയ്തത്, നമ്മൾ ജിൻസുവാണ് പ്രപ്പോസ് ചെയ്തത് അതോ മൂണാണ് പ്രപ്പോസ് ചെയ്തത്, അതൊന്നും നമുക്കറിയാൻ പാടില്ല. ഒക്കെ വഴിയെ നമുക്ക് മനസ്സിലാവുന്ന നല്ല ത്രില്ലടിപ്പിക്കുന്ന ഒരു ഡ്രാമ തന്നെയാണ്. അങ്ങനെ ജിൻസുമായിട്ട് പറയുകയാണ്, നിന്നെ കാണാൻ നല്ല ഭംഗിയാന്നൊക്കെ നമ്മുടെ മൂൺ പറയുന്നു. ഇതേ സമയത്തായിരിക്കും, നീ വെറുതെ എന്നെ നേരെ നാണമാക്കല്ലേ, എനിക്ക് നാണം വരുന്നതൊക്കെ നമ്മുടെ മൂൺ പറയുകയാണ്. ഇതേ സമയത്ത് ജിൻസു അതിൻ്റെ ഫോണൊന്നും തന്നെന്ന് പറഞ്ഞ് നമ്മുടെ ജിൻസു ആണ് ജിൻസുയുടെ മൊബൈൽ നമ്പർ നമ്മുടെ മൂണിൻ്റെ ഫോണിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ഇത് എൻ്റെ നമ്പറാണ്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളാൻ വേണ്ടി പറയുന്നു. അങ്ങനെ എങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടിയത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ജിൻസ് ആണെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് ആ കോഫി ഷോപ്പിൽ പോയിരുന്ന് കോഫി കുടിക്കുന്ന സമയത്ത്, അതായത് കൊളീഗ്സൊക്കെ ആയിട്ട് ഓരോ കാര്യം സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന്, അതായത് യാദൃഷ്ടികമായിട്ടായിരിക്കും മൂണിനെ കാണുന്നത്. കണ്ട മാത്രമേ തന്നെ നമ്മുടെ ജിൻസുക്ക് ഒരു സ്പാർക്ക് അടിക്കുകയാണ്, കാരണം ഒരു ക്രഷ് പോലെ തോന്നുകയാണ്. അങ്ങനെയാണ് നമ്മുടെ മൂണായിട്ട് നമ്മുടെ ജിൻസു ഇങ്ങനെ കമ്പനി ആയത്. അങ്ങനെ നമ്മുടെ മൂണിൻ്റെ അടുത്ത് നമ്മൾ ജിൻസു പറയുകയാണ്, എനിക്കൊരു കോഫി വേണം. അങ്ങനെയാണ് ഇവിടെ സ്ഥിരം കസ്റ്റമർ ആയത്. അങ്ങനെ ഒരു ദിവസം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ജിൻസും നമ്മുടെ മൂണായിട്ട് ചെറിയ കൂട്ടിയിടിക്കുന്നു. അയ്യോ സോറി ഞാൻ അറിയാണ്ട് ഇടിച്ചാണ് നമ്മുടെ മൂൺ പറയുമ്പോൾ നമ്മുടെ ജിൻസ് പറയാൻ കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു ഫീലിംഗ് വിത്ത് ലവ്, അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ലവിൽ വീണ് പോവുകയാണ്. ഇതാണ് നമ്മുടെ ജിൻസുടെ അടുത്ത ബോയ് ഫ്രണ്ടാണ് ഇത് നമ്മുടെ ജിൻസ് വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിലെ മാനേജറാണ്. ഇവൻ്റെ പേരാണ് യൂൺ. നമുക്കിവനെ യൂൺ എന്ന് വിളിക്കാം. കാണാൻ നല്ല ഭംഗിയും അത്യാവശ്യം എഡ്യൂക്കേറ്റഡും ആയിട്ടുള്ളവനാണ് നമ്മുടെ യൂൺ. അങ്ങനെ യൂന് നമ്മളെ
നമ്മുടെ കഥാനായികയെ ജിൻസു എങ്ങനെയാണ് വീഴ്ത്താൻ പോകുന്നത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ജിൻസുവിന് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പേരാണ് മൂൺ. അങ്ങനെ മൂണെ കൂടാണ് നമ്മുടെ യൂനെയും വളക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ യൂനെ ഒരു ദിവസം നമ്മുടെ ജിൻസും ഒരുമിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ ജിൻസ് പറയുക നമുക്കൊരു കോഫി കുടിച്ചാലോ എന്ന് നമ്മുടെ യൂൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ യൂൻ പറയുകയാണ് ഇപ്പോൾ വേണ്ടാന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾ ഒരു കോഫി കുടിക്കാൻ വാ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം, പിന്നെ നിങ്ങൾ എനിക്ക് വാങ്ങി തന്നാൽ മതി, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് നമ്മുടെ ജിൻസ് പറയുകയാണ്. അങ്ങനെ കുറേ നേരം നമ്മുടെ ജിൻസ് ഇങ്ങനെ നിർബന്ധിച്ച് കഴിയുമ്പോൾ നമ്മുടെ യൂൻ പറയുകയാണ് ഓക്കെ എന്ത് വേണമെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നെ ഒരു ദിവസം ആവുമെന്ന് പറഞ്ഞ് പോവുകയാണ് നമ്മുടെ ജിൻസു. അങ്ങനെ നമ്മുടെ യൂനാണെങ്കിൽ നമ്മുടെ ജിൻസുവിനെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യൂൻ ചോദിക്കുകയാണ് നീ എന്തെന്ന് പോകുന്നില്ലേ, നീ എന്താ കുറേ നേരന്മാരോട് വർക്ക് ചെയ്യുന്നത്, കാര്യം പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്, എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത് ജിൻസു, നീ എന്നോട് പറഞ്ഞോ, നമുക്കിനി റിലേഷൻഷിപ്പ് തുടരാൻ പറ്റുകയില്ല, നമുക്കത് ഇവിടെ വെച്ച് നിർത്താം, നിനക്കൊന്നും തോന്നരുത്, നിനക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നീ എന്നെ തല്ലിക്കോ, നീ കൊള്ളാടി, നീ ആൾ കൊള്ളാടി, എന്തിൻ്റെ കുറവാണ് നിനക്ക് വരുത്തിയിരിക്കും, നീ കൊള്ള, നീ ഇപ്പോൾ തേച്ചില്ല എന്നൊക്കെ ചോദിച്ച് നമ്മൾ ആദ്യമേ കണ്ട ഒരു സീനില്ല. അതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെറിയൊരു എപ്പിസോഡാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു ബോറായിട്ട് തോന്നുന്നുണ്ടാകും, പക്ഷെ ആരും ഇത് നിർത്തരുത്. എൻ്റെ പൊന്നെ കണ്ട് കഴിഞ്ഞാൽ വേറെ ലെവലൊരു ഡ്രാമ തന്നെയാണ്. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നല്ല കോമഡിയും ത്രില്ലും റൊമാൻറ്റിക്കൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അത്രക്കൊരു കിടിലൻ ഡ്രാമ മാത്രമാണ് ഇതിനെ സെലക്ട് ചെയ്തത്. ബാഡ് ഗേൾ ഫ്രണ്ട് വേറെ ലെവലാണ്. അങ്ങനെ ഇപ്പം നിലവിൽ നമ്മുടെ ജിൻസുവിന് 2 ബോയ് ഫ്രണ്ടാണ്, നമ്മുടെ മൂണും യൂനും. ഇനി ഇവർ തമ്മിലാണ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി ഇടാവുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ ഇതിലും കിടിലൊരു എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ.